നമസ്കാരം. എല്ലാവർക്കും ഷാബിഷിൻ്റെയും മൊയ്തീൻ ഷായുടെയും ആശംസകളും അഭിനന്ദനങ്ങളും. ബഹുമാന്യരും, 2026 കേരളത്തിൽ നടക്കാൻ സാധ്യതയുള്ള അസംബ്ലി ഇലക്ഷനിൽ, അതിന് മുൻപ് പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട്, അത് അപ്രസക്തമായി കാണുന്നില്ല എങ്കിലും കാര്യമായിട്ടുള്ള 2026 അസംബ്ലി ഇലക്ഷൻ. അതിൽ UDF അവസരം കിട്ടിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് പല പ്രാവശ്യം പലരും പറയുന്നുണ്ട്. ഇതൊന്നും കോൺഗ്രസ് നേതാക്കളുടെ ഇടയിലേക്ക് ചെല്ലുന്നില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിനേക്കാൾക്ക് എത്ര ബുദ്ധിമാന്മാരാണ് കോൺഗ്രസ് UDF നേതാക്കൾ. പക്ഷെ ഇതിൽ കാണിക്കുന്ന മണ്ടത്താണ്. ഇവിടെ UDF നേതാക്കളെ അമേരിക്കയിലെ ഒരു ഗ്രൂപ്പും ഇസ്രായേലും ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്രവും ഇവിടുത്തെ സംഘപരിവാറും എല്ലാം കൂടി കേരളത്തിൽ അധികാരത്തിൽ കയറാൻ BJP കയറ്റാനല്ല, LDF അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ UDF തകർന്നു പോകും. പിന്നെ LDF ഒരു വശത്തും മറുവശത്ത് BJP, രണ്ട് മുന്നണി ഉണ്ടാവും. ദ്വികക്ഷിയല്ല, മുന്നണി സമ്പ്രദായം. അപ്പോൾ EMS സമസ്യ പൂരണം നമ്മൾ പൂരിപ്പിച്ചു. അദ്ദേഹം മരിച്ചതിന് ശേഷം ആരോ പറഞ്ഞ് എന്തോ ഒരു കാര്യം പറയാനുണ്ട്. അത് ഞങ്ങൾ ഊഹിച്ചെടുത്ത് പറഞ്ഞതാണ്. മുന്നണിയല്ല, ത്രിതല മുന്നണി സമ്പ്രദായം ഇന്ത്യയിൽ നിന്ന്. കോൺഗ്രസ് ഒരു മുന്നണി, BJP ഒരു മുന്നണി, CPM നയിക്കുന്നത്. ഞാൻ കള്ളന്മാരോടൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ഗ്രൂപ്പ്, നിങ്ങളാ മുസ്ലിം എന്ന പേര് മാറ്റിയിട്ട് ദേശീയധാരയിൽ നിൽക്കുന്നു. ഈ കോൺഗ്രസ്, ഈ കത്തോലിക്ക കോൺഗ്രസ് പറയാതിരിക്കുമല്ല, കത്തോലിക്ക കോൺഗ്രസ് നയിക്കുന്ന രാഹുൽ ഗാന്ധി കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവരെല്ലാം അൺഫിറ്റാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 20% വരുന്ന മുസ്ലിം സമുദായത്തിൽ ഡൽഹി ഇലക്ഷനിൽ 10-14% വോട്ടിനോട് ഈ 14% വോട്ടും ബ്ലോക്ക് കോൺഗ്രസ് കിട്ടേണ്ടതല്ലേ? അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നല്ലേ? അത് ഇന്ദിരാഗാന്ധി ഒരിക്കൽ പറഞ്ഞ് 77 ഇന്ദിരാഗാന്ധി പറഞ്ഞ് അടിയന്തരാവശ്യം മുസ്ലിങ്ങൾ വോട്ടേ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അടിയന്തരാവശ്യ തുർക്കുമൻ ഗേറ്റ് സംഭവമൊക്കെ ഉണ്ടാക്കിയത്. കണ്ണീരോടെ 10,000 ആൾക്കാരെ അന്ന് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ സഞ്ജയ് ഗാന്ധിയുടെ പട്ടാളം, ഇന്ദിരാഗാന്ധിയുടെ പട്ടാളം വന്ന് പകലും രാത്രി വന്നിട്ട് ആ പ്രദേശം കംപ്ലീറ്റ് ഒഴിവാക്കിയില്ലേ? ഇനി ഒരു കൊച്ചു പാകിസ്ഥാൻ ഇന്ത്യയിൽ വേണ്ട എന്നാണ് അന്ന് മലയാളി ഒരു കള്ളൻ കളക്ടർ പറഞ്ഞത്. അതൊക്കെ അങ്ങനെ പറയാൻ പറ്റുമോ? രാജ്യസ്നേഹം എന്ന് പറയട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവസാനം 77 ഇന്ദിരാഗാന്ധി പറഞ്ഞ് മുസ്ലിങ്ങൾ വോട്ടേ വേണ്ടത്. പിന്നെ ആ പാർലമെൻറ്റ് വന്നില്ല. കുറേ ആം ആദ്മി പാർട്ടിയുടെ സഖ്യം ഉണ്ടാക്കി. കഴിവായിട്ട് മനസ്സിലാക്കുന്നത്, ഇത്തിരി കഴിവുകൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ 4-5 സീറ്റ് കിട്ടി അത്രയെങ്കിലായി. പണ്ടാണ് 8 കിട്ടിയ കിട്ടുന്നതായത്. കിട്ടുന്ന വെച്ചാൽ കിട്ടുന്നതായെന്നുള്ള പഠിച്ചില്ല. അതുപോലെ 5 സീറ്റ് ഇതിപ്പോൾ എത്ര കിട്ടാൻ സാധ്യതയുണ്ടോ? ഞങ്ങളെന്ന് പറയും, പ്രതിപക്ഷ സ്ഥാനങ്ങളും ഡൽഹിയിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ കളത്തിൽ നിന്ന് മാറണം. നഷ്ടപ്പെട്ടു പോയ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് അവരെ ചേർക്കുകയും പുതിയതായിട്ട് ആൾക്കാർ ചേർക്കുകയും അങ്ങനെ ആ വോട്ട് കിട്ടിയാണ് അവിടെ ജയിച്ചത്. അതിൽ മറ്റേ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ ശിവകുമാറൊക്കെ ആയിട്ട് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ചെയ്ത് ശിവകുമാറൊക്കെ അത് മിടുക്കായത്. ശിവകുമാറിനാണ് ഞാൻ പറഞ്ഞല്ലോ, AICCയുടെ ചാർജ് ശിവകുമാറിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ മുഖച്ഛായ മാറിയനെ. ശിവകുമാർ നിങ്ങൾ KPCCയിലെ പ്രസിഡന്റ് ക്രിസ്ത്യാനി ആയിക്ക് കുഴപ്പമില്ല, പക്ഷെ എന്നിട്ട് അവർക്ക് അർഹതപ്പെട്ട് കൊടുക്കാവുള്ളൂ. അല്ലാതെ പഴയതുപോലെ 50, 60, 80% ഭാരവാഹികൾ കൊടുത്തു കഴിഞ്ഞാലേ അത് വീട്ടിലിരിക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഞാൻ കേട്ടോ പറയുന്നത് UDF ഞാനാണ്, എനിക്ക് വേണമെന്ന് സ്വയം അങ്ങോട്ട് പറയാണ്. കൊച്ചിന് പനി ഇപ്പോൾ ചോദിച്ചു, പനിയാണെന്ന് ചോദിച്ചപ്പോൾ കൊച്ചു പറഞ്ഞ അമ്മ പറഞ്ഞ് എനിക്ക് പനിയാണെന്ന്. കൊച്ചിനറിയില്ല. അല്ല, ഇവിടെ എന്നെ മുഖ്യമന്ത്രി ആക്കണോ എന്ന് പറഞ്ഞ് അടക്കാണ്. എത്ര അർത്ഥശൂന്യമായിട്ട് ചെയ്ത് നോക്കി. ആ KPCC പ്രസിഡന്റ് തന്നെ മാറ്റി വേറൊരാളെ വെച്ച് ചുറുചുറുക്കുള്ള കഴിവുള്ള ചെറുപ്പക്കാരെ ഒരാളെ സ്ഥാനം ഏൽപ്പിച്ചത് പറയണം. മുന്നിൽ ഏതാണ്ട് അടുത്തടുത്ത് വരാണ്. ഒരു 40-30-30 അല്ലെങ്കിൽ 20-30-50 അങ്ങനെയൊക്കെ പോലും 54 വരും. 50-30-80 അതെ. 50 ഏതാണ്ട് LDFൻ്റെ രീതിയിൽ, ഇപ്പോഴത്തെ രീതിയിൽ മാറ്റം വരും. ഒരു 30 കോൺഗ്രസ്, 20 BJP. അപ്പോൾ 50-30-80-100 അങ്ങനെ 100% അങ്ങനെ നിൽക്കുന്നത്.
അങ്ങനെ നിൽക്കുന്നിടത്ത് 47 സീറ്റാണ്. 47 140 വരും. 47 മൂന്നിലൊന്ന്. 47 സീറ്റ് കൂടെ 35 സീറ്റ് BJP കിട്ടിയാൽ പരിക്ക് എത്ര സീറ്റ് വേണം? പിന്നെ 30 ഇവിടെ 12 സീറ്റ് മതി. ആ 12 സീറ്റ് കോൺഗ്രസിന് അടർത്തിയെടുക്കും. എത്ര കൊടുത്തു? അങ്ങനെ ഭരിക്കാന്നൊക്കെയാണ് പറഞ്ഞത്. അത് അത്ര തെറ്റ കണക്കൊന്നുമില്ല, പ്രാക്ടിക്കലതൊക്കെ. പക്ഷെ അതും ഇവിടെ കോൺഗ്രസ്സുകാർക്ക് പറ്റും മനസ്സിലായില്ലെന്നുള്ളൂ. അതുപോലെ ഇപ്പോൾ കുറച്ചുകൂടി ഈസിയായിട്ട് കോൺഗ്രസ് ജയിക്കാം. ഞാൻ പറഞ്ഞത് അതാണ്. 50, 30, 20. ആ 50 10% 50 ഉത്തരവുണ്ട് പറഞ്ഞിട്ട് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചു കൊടുക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല അതിൻ്റെ ഒപ്പുപ്പ എന്ന് പറഞ്ഞാലും അതങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനുള്ള മാർഗങ്ങൾ ഇസ്ലാമിക ലോയിലുണ്ട്, ഇസ്ലാമിക സമ്പ്രദായത്തിലുണ്ട്. അത് അറിയാതെ മതപര കാര്യം നിങ്ങൾ ഇടപെട്ടുണ്ടായെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ അൺഫിറ്റാണ് സുഹൃത്തെ. ഇതിനു മുമ്പ് നിങ്ങൾ പല മണ്ഡലത്തിലും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് വിട്ടുകൾ ഇതൊക്കെ, കാരണം താടി മുതൽ ചിന്തയില്ലെന്ന്. നിങ്ങൾക്കത് പറ്റാതെ പരന്ന വായിക്കണം. ഈ സഖാക്കൾ നമ്മുടെ സൂക്തങ്ങൾ പഠിക്കും പോലെ ആ ഹദീസും ഖുർആനും മാത്രം പോലെ കോമൺ സെൻസ്, തൃക്കണ്ണ്, തിരിച്ചറിവ്, വിവേകം അതൊക്കെ വേണം. അതല്ല പ്രവാചകൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഖുർആൻ്റെ ആയത്തിന് ഒരു പിന്നെ പറയുന്ന വാക്കല്ല. ഏതെല്ലാം പറയുന്നത്? ബീഹാറിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് മറ്റൊരു പറഞ്ഞ എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട്. അതിലൊന്നും ഒരു മുസ്ലിം നേതാവില്ല. ഇനി കേരളത്തിൽ നിന്ന് പോയി തന്നെ അതിൽ മുസ്ലിം നേതാവ് 40% കേരളത്തിൽ നിന്ന് ഒരു മുസ്ലിം നേതാവുണ്ടോ? 40% ആസാമിൽ നിന്ന് ഒരു മുസ്ലിം നേതാവുണ്ടോ? കോൺഗ്രസ്സിന് പറയപ്പെടുന്ന നേതാവുണ്ടോ? പിന്നെ നിങ്ങൾ എന്താ മുസ്ലിങ്ങളെ എന്ത് ചെയ്താലും വോട്ട് ചെയ്ത് പോകുന്ന അങ്ങനെ വിചാരിക്കരുത്. കർണാടകയിൽ ചെയ്യുന്നത് നോൺ ഗവൺമെൻറ് ഓഫീസേഴ്സ് ഏജൻസി, NGO, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, അവർ ആത്മാർത്ഥമായി BJP ഗവൺമെൻറ് താഴെ ഇറക്കാൻ വേണ്ടി കോൺഗ്രസ് വരാൻ വേണ്ടി ചെയ്തു. അവർക്ക് നേട്ടം കിട്ടാനും അവർക്കല്ല, അവിടുത്തെ അരാജകത്വം ഒഴിവാക്കാൻ വേണ്ടിയാണ്. അത് വിജയിച്ചു. അത് കണ്ടുകൊണ്ട് മറ്റൊരു വിജയിക്കുന്നതാ. മറ്റൊരു സ്ഥലത്തൊന്നും ഈ വിഷയം അവതരിപ്പിച്ചോഴേ അത് അവതരിപ്പിക്കുന്നവരെങ്കിലും നിങ്ങൾ മിണ്ടായിരിക്കണ്ടേ? അജിലേ, നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് വാക്കുന്നത്? അപ്പോൾ KC വേണുപോലെ വാക്ക് തന്നിട്ടുണ്ട്, അത് തടത്തപ്പെട്ടിട്ടൊന്നു. കേസ് ഉണ്ടെന്ന് അഭിമാനിക്കുന്ന ആളുകൾ അവർക്ക് ഒരു സ്റ്റാൻഡേർഡ് അല്ലേ ലിവിങ് മറ്റേ ഉടുപ്പിലേക്ക്, ഡ്രസ്സിലേക്ക് ഒരു ഡ്രസ് കോഡ് വേണ്ടവർക്കൊക്കെ. ഇപ്പോഴാ കുട്ടി ഉടുപ്പ് ഒരു പരിയായിട്ട് ചന്തപ്പിള്ളേരെ പോലെ. ചിലരും പപ്പൂന്ന് പറഞ്ഞ് കളിയാക്കി. പപ്പൂന്ന് പറഞ്ഞ് ഞാൻ പറയില്ല, അതൊക്കെ പണ്ട് കളിയാകില്ല. ഇതല്ല ആത്മാർത്ഥമായിട്ട് പറയണത്. നിങ്ങൾ അങ്ങനെ എന്നാൽ പോരെ, നിങ്ങൾ കുറച്ചുകൂടി വെൽ ഡ്രസ്